ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് എളുപ്പത്തിലുണ്ടാക്കാം. ഇത് വെൽവെറ്റ് തുണിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് വെൽവെറ്റ് തുണിയാണ്. ഇത് തുണിയുടെ നല്ല സൈഡാണ്. ഇത് ചീത്ത സൈഡ്. തയ്ക്കുമ്പോൾ ചീത്ത സൈഡ് അകത്താക്കി വേണം തയ്ക്കാൻ. ഞാൻ 2.5 ഇഞ്ച് വീതിയാണ് എടുത്തത്. 28 ഇഞ്ച് നീളമാണ് എടുക്കുന്നത്. ഇനി ഇതിനെ രണ്ടായിട്ട് മടക്കി ഈ സൈഡിൽ കൂടി തയ്ക്കണം. നല്ല സൈഡ് അകത്താക്കി മടക്കണം. 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് തയ്ക്കണം. ഇനി തച്ചതിന് ശേഷം കാണിക്കാം. കണ്ടില്ലേ, ഇതേപോലെ 1/4 ഇഞ്ച് ഇട്ടിട്ട് മുകളറ്റം മുതൽ താഴെയറ്റം വരെ തച്ച് കെട്ടിട്ട് നിർത്തണം. മുകൾ ഭാഗത്തും തുടങ്ങുമ്പോൾ കെട്ടിടണം. ഇനി ഒരു നീളമുള്ള സൂചിയിൽ കട്ടിയുള്ള നൂല് കോർക്കണം. നൂല് കോർത്ത് താഴ്ഭാഗത്ത് കെട്ടിടണം. ഇതേപോലെ കട്ടിക്ക് കെട്ടിടണം. ഇനി ഇതേപോലെ എടുത്തതിന് ശേഷം ഒരു സൈഡിൽ ഇതേപോലെ അകത്തുനിന്ന് വെളിയിലോട്ട് തയ്ക്കണം. ഇനി അകത്തുനിന്ന് വെളിയിലോട്ട് ഒരു തയ്യൽ കൂടി കൊടുക്കാം. ഇതേപോലെ തയ്ക്കണം. ഇനി സൂചി കൊരുക്കുന്ന ഭാഗം തുണിയുടെ അകത്തുകൂടി ഇതേപോലെ താഴ്ഭാഗം വരെ എടുക്കണം. ഇനി സൂചി താഴോട്ട് വലിക്കുമ്പോൾ തുണി മറിഞ്ഞു വരും. നല്ല സൈഡ് ഫ്രണ്ടിലായിട്ട് വരും. ഇനി മുകൾ ഭാഗം കുറച്ച് ഇതേപോലെ മടക്കി അകത്തോട്ട് വയ്ക്കണം. എന്നിട്ട് വലിക്കുമ്പോൾ പെട്ടെന്ന് മറിഞ്ഞു കിട്ടും. ഉണ്ടല്ലേ, ഇതേപോലെ മുകൾ ഭാഗം താഴോട്ട് വരും. ഇനി നൂല് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലത്തെ എലാസ്റ്റിക്കിലും ഉണ്ടാക്കാം. ഇതേപോലെ വീതിയുള്ള എലാസ്റ്റിക്കിലും ഉണ്ടാക്കാം. 16 ഇഞ്ച് നീളം വേണം. 8 ഇഞ്ച് എടുത്തിട്ട് അതിനെ രണ്ടായിട്ട് മടക്കി കട്ട് ചെയ്യണം. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം ഒരു കെട്ടിടണം. ഇതേപോലെ നല്ലതുപോലെ ഇറുക്കി കെട്ടണം. ഇനി ഇതിൽ പിന്ന് കൊരുത്തിട്ടതിന് ശേഷം ഇതേപോലെ കൊരുത്തെടുക്കണം. ഇനി പിന്നെ ഊരിയെടുത്തതിന് ശേഷം രണ്ടറ്റവും കൂടി നല്ലതുപോലെ ഇറുക്കി കെട്ടണം. ഇനി ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയാം.
ഇനി ഇതേപോലെ രണ്ടറ്റവും പിടിച്ചു വച്ചതിന് ശേഷം രണ്ടറ്റവും അകത്തോട്ട് മടക്കണം. അകത്തോട്ട് മടക്കിയതിന് ശേഷം സൂചി നൂലും കൊണ്ട് തച്ച് വയ്ക്കാം. ഇപ്പോൾ രണ്ട് സൈഡും ഒരേപോലെ മടക്കി വെച്ചു. ഇനി ഈ വീഡിയോയിൽ കാണുന്നത് പോലെ എല്ലാ ഭാഗവും തച്ച് വയ്ക്കണം. രണ്ടറ്റവും കൂട്ടിച്ചേർത്ത് വേണം തയ്ക്കാൻ. ഇത് എളുപ്പത്തിൽ തയ്ക്കാം. ഇതേപോലെ കുറേ ഉണ്ടാക്കി വെച്ചിരുന്നാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാം. തലയിലിടുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ തച്ച് തീർന്നു. തച്ച് തീരുമ്പോൾ ഇതേപോലെ കെട്ടിട്ട് നിർത്തണം, അല്ലെങ്കിൽ നൂലിളകിപ്പോകും. ബാക്കി വരുന്ന നൂൽ ഇതേപോലെ വെട്ടിക്കളയണം. കണ്ടില്ലേ, ഇപ്പോൾ ഹെയർ ബാൻഡ് റെഡിയായി. ഇനി ഇതേപോലെ എല്ലാ ഭാഗവും ഇതേപോലെ നേരെ വയ്ക്കണം. എന്നാലേ കാണാൻ നല്ല ഭംഗി വരും. കണ്ടില്ലേ, ഇതേപോലെ കുറേ ഉണ്ടാക്കി ഷോപ്പിൽ കൊടുത്താലും നല്ല വില കിട്ടും. ഇതുപോലെ എല്ലാവർക്കും ഉണ്ടാക്കാം. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കണം. പല വലിപ്പത്തിലുള്ളത് ഉണ്ടാക്കാം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.